ഹലോ ഹായ് എല്ലാവർക്കും ലെനുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും LDC 2027 മാരത്തോൺ MCQ സീരീസ് 1. അതായത് LDCന്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സീരീസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് പാഠപുസ്തകങ്ങൾ ഇതുവരെയുള്ള പാഠപുസ്തകങ്ങളല്ല ഇനിയുള്ളത്. PSCയുടെ എല്ലാ പാറ്റേണും മാറി വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഒരു MCQ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് നമുക്കറിയാം ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനത്തോളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അത് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ സീരീസ്, അതായത് എന്താണ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 മെയിൻ ടോപ്പിക്കുകളാണ് ഉള്ളത്. ജനറൽ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സയൻസും. ഈ ജനറൽ സയൻസിൽ 7 മെയിൻ ടോപ്പിക്സ് ഉണ്ട്. ആ 7 ഓരോ മെയിൻ ടോപ്പിക്കിലും നമ്മൾ 40 സബ് ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പഠിക്കുന്നത് അത് 5, 7, 9 അതുപോലെ തന്നെ 6, 8, 10 പാഠപുസ്തകങ്ങളിലെ ജനറൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള 7 മെയിൻ ടോപ്പിക്സുകളും ആ മെയിൻ ടോപ്പിക്സിൽ ഓരോ ടോപ്പിക്കുകളിലും 40 സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ട് ആ ഓരോ 40 സബ് ടോപ്പിക്കിനും നമ്മൾ MCQ സീരീസ് ആണ് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ജനറൽ സയൻസ് 40 സബ് ടോപ്പിക്, ഓരോ 40 സബ് ടോപ്പിക്കിനും ഓരോ വീഡിയോസ്, അതായത് നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ 4 മെയിൻ ടോപ്പിക്സ് ആയിട്ട് തിരിച്ചിട്ട് ആ ഓരോ ടോപ്പിക്കിലും എന്താണ് 40 മെയിൻ സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. ആ 40 സബ് ടോപ്പിക്സിന് MCQ സീരീസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് മീൻസ് ഈ സീരീസ് നമ്മൾ ബിഗിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ്, MCQ ആണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും, അതിൽ ആൻസർ ഏതാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. നമുക്കൊരു റിവിഷൻ മോഡ് പോലെ തന്നെയാവും. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടാകാം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ബേസിക് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്താണ് ആഗോള കടുവ ദിനം എന്നാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആഗോള കടുവ ദിനം എന്നാണ്. ഓപ്ഷൻ എ ജൂലൈ 29, ഓപ്ഷൻ ബി ജൂലൈ 28, ഓപ്ഷൻ സി ജൂലൈ 27, ഓപ്ഷൻ ഡി ജൂലൈ 26. എല്ലാം ജൂലൈ ആയത് കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ആഗോള കടുവ ദിനം എന്നാണ് മക്കളെ. ദ റൈറ്റ് ആൻസർ ഈസ് ജൂലൈ 29 ആഗോള കടുവ ദിനം. ഓക്കെ, ആഗോള കടുവ ദിനം എന്നാണ് ജൂലൈ 29. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് ടൈഗർ, അതായത് ഇന്ത്യ ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ പദ്ധതി ലോഞ്ച് ചെയ്തത് 1 ഏപ്രിൽ 1973 ഓക്കെ, പ്രൊജക്ട് ടൈഗർ പദ്ധതി ലോഞ്ച് ചെയ്ത ഏത് വർഷമാണ്? 1973 1 ഏപ്രിലാണ്. ആഗോള കടുവ ദിനം എന്നാണ് ജൂലൈ 29. ഓക്കെ, അടുത്ത ചോദ്യം. ഏകാന്തര വിന്യാസത്തിന് ഒരു ഉദാഹരണം എന്ത് എന്നുള്ളതാണ്. ഏകാന്തര വിന്യാസം എന്താണ്? ഏകാന്തര വിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈലോടാക്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഫൈലോടാക്സിനെയാണ് നമ്മൾ വിന്യാസം എന്ന് പറയും. അതിൽ ഏകാന്തര വിന്യാസം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഫൈലോടാക്സി ആണ്. ഓൾട്ടർനേറ്റ് ഫൈലോടാക്സി എന്ന് പറഞ്ഞാൽ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയിൽ ഒരു നോഡ്, ആ നോഡിൽ നിന്ന് ഒരു ലീഫ് പോവുക അല്ലെ, അതാണ് എന്ത് ഓൾട്ടർനേറ്റ് ഫൈലോടാക്സി എന്ന് പറയുന്നത്. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്: ചെമ്പരത്തി, തുളസി, സൂര്യകാന്തി, അരളി. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ചെമ്പരത്തിയാണ്. ഓക്കെ, അതിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ ക്ലാസ് എടുക്കുന്ന രീതിയിൽ വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സോ ദിസ് ഇസ് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്. ഇതാണ് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫൈലോടാക്സി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇങ്ങനെയാണ് ചെമ്പരത്തിയുടെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, വേൾഡ് അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്? അപ്പൊ അതിൽ ഓരോന്നും ഏതിനൊക്കെയാണ് എക്സാമ്പിൾ? ഇപ്പൊ ഓൾട്ടർനേറ്റ് ഫൈലോടാക്സിക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു ചെമ്പരത്തി എന്നുള്ളത്. ഈ തുളസി എന്ന് പറയുന്നത്, തുളസിയുടെ അറിയാലോ ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് ആണ് തുളസിക്ക് വരിക. സൂര്യകാന്തിയും അരളിയും എന്താണ്? വേൾഡ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, സോ ഏകാന്തര വിന്യാസത്തിന് എക്സാമ്പിൾ ഏതാണ്? ചെമ്പരത്തി. അടുത്തത് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? ഓപ്ഷൻ എ ഹരിതകം, ഓപ്ഷൻ ബി കെരോട്ടിൻ, ഓപ്ഷൻ സി സാന്തോഫിൽ, ഓപ്ഷൻ ഡി ആന്തോസിയാനിൻ. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഹരിതകം അല്ലെ, ക്ലോറോഫിൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം അല്ലെ. ക്ലോറോഫിൽ, ദാറ്റ് സ്പ്രിംഗ് ആൻഡ് സമ്മർ ഗ്രീൻ, ഇതൊരു ഗ്രീൻ കളർ കൊടുക്കുന്നത് ക്ലോറോഫിലും. സാന്തോഫിൽ, ബ്യൂട്ടിഫുൾ യെല്ലോസ് ക്ലോറോഫിൽ ഫേഡ്സ്, ദാറ്റ് ഈസ് സാന്തോഫിൽ. കെരോട്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്യാരറ്റ് ഓർത്ത് വെച്ചാൽ മതി. ക്യാരറ്റിന്റെ കളർ എന്താ? ഓറഞ്ച്. ആ ഒരു കളറാണ് ഏത്? കെരോട്ടിനോയിഡ്സിന് വരുന്നത്.
അതുപോലെ ആന്തോസിയാനിൻ ഓട്ടം ഒരു റെഡ് കളറാണ് വരുന്നത് അല്ലെ, അതാണ് ആന്തോസിയാനിൻ. ഇത് ഈ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ കളേഴ്സ് വരാനുള്ള ഒരു വർണ്ണകം അല്ലെങ്കിൽ പിഗ്മെന്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും അല്ലെ, അതൊക്കെ എങ്ങനെയാണ്, അതായത് നമ്മുടെ ഇലകളിലുള്ളത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ്. മഞ്ഞ കളറുള്ളതൊക്കെ വരുന്നത് എന്താണ്, സാന്തോഫിൽ ആണ്. ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിനോയിഡ് ആണ്. ആന്തോസിയാനിൻ എന്ന് പറയുമ്പോൾ റെഡ് കളർ വരും. ഓക്കെ, അടുത്തത് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നമ്മൾ ബേസിക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതാണ്? നൈട്രജൻ ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഒരു അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രജനും 20.9% ഓക്സിജനും ആണ്. അതുപോലെ അതർ ഗ്യാസസ് ഈസ് ഗ്രേറ്റർ ദാൻ 0.17, 0.90 ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് 0.03. സോ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം അത് നൈട്രജൻ ആണ്. ഓക്കെ, അടുത്തത് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഏത്? ഈ എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കൾ ഉദ്ദേശിക്കുന്നത്? അതായത് ചെടികള് വേറെ മരങ്ങളിൽ വരിക അല്ലെ. അതായത് ഇപ്പോ എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ഓർക്കിഡുകൾ, മരവാഴ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഓർക്കിഡുകൾ, മരവാഴ, എയും ബിയും റഫ്രീഷ്യ. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർക്കിഡുകൾ നന്നായി പഠിച്ചവർക്ക് പെട്ടെന്ന് ഓർക്കിഡുകൾ കാണുമ്പോൾ യെസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർക്കിഡുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻസർ എഴുതും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമ്മൾ ബബിൾ ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം തൊട്ട് താഴെ മരവാഴ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി, എയും ബിയും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, എയും ബിയും ആണ് കേട്ടോ. എയും ബിയും ആണ് റൈറ്റ് ആൻസർ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം, അതായത് വാസസ്ഥലം മാത്രമാണ് അവർ അവിടെ എടുക്കുന്നുള്ളൂ. അതായത് ബാക്കിയുള്ള ട്രീസിൽ ഇപ്പൊ ലൊറാന്തസ് ഒക്കെ ഇല്ലേ, ലൊറാന്തസ് എന്റെ മലയാളം എന്ന് പറയുമ്പോൾ ഇത്തിക്കണ്ണി. അതായത് ഇപ്പൊ ഒരു മാവിലൊക്കെ ഒരുപാട് ഇത്തിക്കണ്ണി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മാവിന്റെ എല്ലാ ജലങ്ങളും അതിലുള്ള ഊർജവും എല്ലാം എടുക്കുന്നു അല്ലെ, ലൊറാന്തസ് എന്നിട്ടാണ് വളരുക. പക്ഷേ നമുക്കറിയാം ഈ ചെടികളുടെ പ്രത്യേകത എന്താണ്? അവർ സ്വയം എന്ത് ചെയ്യുന്നു? ഭക്ഷണം പാകം ചെയ്യുന്നു. എന്നാൽ ഈ പാരസൈറ്റ് അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ് എന്നൊക്കെ പറയുന്ന ഈ ലൊറാന്തസ് പോലുള്ള ചെടികൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്ത് കട്ടെടുത്ത് കഴിക്കുന്ന ഒരു ടൈപ്പാണ് പാരസൈറ്റ് ചെയ്യുക. പക്ഷെ എപ്പിഫൈറ്റിന് കുറച്ച് സ്ഥലം മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ വാടകയ്ക്ക് കൊടുക്കുക, അവർ ഫുള്ള് വെച്ചുണ്ടാക്കി കഴിക്കുന്ന ഒരു രീതി, അതാണ് എപ്പിഫൈറ്റുകൾ ചെയ്യുക. അവര് ബാക്കിയുള്ള ചെടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോ ബാക്കിയുള്ള മരങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുത്തില്ല. അതാണ് എപ്പിഫൈറ്റ്. ഇപ്പൊ എക്സാമ്പിൾ ആണ് ഓർക്കിഡും മരവാഴയും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, എയും ബിയും. അടുത്തത് ആറാമത്തെ ചോദ്യം. സസ്യകോശത്തിന്റെ കോശഭിത്തി പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് ഏതിനാലാണ് എന്നുള്ളതാണ്. പ്രോട്ടീൻ, സെല്ലുലോസ്, ലിപ്പിഡ്, സ്റ്റാർച്ച്. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറഞ്ഞ സസ്യകോശങ്ങൾക്ക് കൃത്യമായ ആകൃതിയും ബലവും നൽകുന്നത് ആരാണ്? സെല്ലുലോസ് ആണ്. സസ്യകോശങ്ങൾക്ക് കൃത്യമായ ആകൃതിയും ബലവും നൽകുന്നത് സെല്ലുലോസ് ആണ്. കണ്ടിട്ടുണ്ടോ? അതാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. കണ്ടോ, അതാണ് സെൽസ്. ദെൻ ദീസ് ആർ സെൽ വാൾസ് ആൻഡ് ദീസ് ആർ ദ സെല്ലുലോസ് ഫൈബേഴ്സ്. സോ സസ്യകോശത്തിന് കോശഭിത്തി പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ് കേട്ടോ. അടുത്തത് സസ്യങ്ങളിൽ ജലവും ധാതു ലവണങ്ങളും കടത്തുന്ന കല ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജലവും ധാതു ലവണങ്ങളും. അതിന്റെ അർത്ഥം എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസ് കടത്തി വിടുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫ്ലോയം, ഓപ്ഷൻ ബി സൈലം, മെരിസ്റ്റം, കോളൻ കൈമ. ഇവിടെ പിക്ചറിലാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. റൈറ്റ് ആൻസർ ഈസ് സൈലം അല്ലെ. സൈലമാണ് സസ്യങ്ങളിലെ ജലവും ധാതു ലവണങ്ങളും കടത്തുന്ന കല. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സസ്യങ്ങളിൽ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ധാതു ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലം എന്ന കലയാണ്. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം വഴി, അതായത് ഫോട്ടോസിന്തസിസ് വഴി ഇലകളിൽ ഉണ്ടാകുന്ന ആഹാരം, അതായത് ജലവും, അതായത് വാട്ടർ ആൻഡ് മിനറൽസ് സൈലം വഴി എത്തുന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ആഹാരം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. അപ്പൊ ഫുഡ് എല്ലായിടത്തേക്കും എത്തിക്കുന്നത്, ഫുഡ് ഡെലിവറി നടത്തുന്നത് ഫ്ലോയവും, വെള്ളവും മിനറൽസും എല്ലായിടേക്കും എത്തിക്കുന്നത് സൈലവും ആണ്. കാര്യം റൂട്ടിലാണല്ലോ അതുള്ളത്, സൈലം അല്ലെ. സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് സഹായിക്കുന്ന കലകളെ മെരിസ്റ്റം എന്നും സസ്യങ്ങൾക്ക് വഴക്കവും ബലവും നൽകുന്ന കലകളെ കോളൻ കൈമ എന്നും വിളിക്കുന്നു. അപ്പൊ ഇത് മക്കളെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. വേരുകൾ, സസ്യങ്ങളിൽ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ധാതു ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്ന ആള് സൈലമാണ്. അതുപോലെ തന്നെ ആഹാരം, ഫോട്ടോസിന്തസിസ് വഴിയാണ് നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നത് എന്നറിയാം. ആ ആഹാരം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഫ്ലോയമാണ്. വളർച്ചയ്ക്ക് സഹായിക്കുന്നത് മെരിസ്റ്റമാണ്. അതുപോലെ തന്നെ വഴക്കവും ബലവും നൽകുന്നത് കോളൻ കൈമയാണ് കേട്ടോ. വഴക്കവും ബലവും നൽകുന്നത് കോളൻ കൈമയാണ്. ഓക്കെ, ഇനി അടുത്തത് എട്ടാമത്തെ ചോദ്യം. പ്രകാശത്തോട് പ്രതികരിച്ച് സസ്യം വളയുന്ന പ്രതിഭാസം. നമുക്കറിയാലോ ചില തെങ്ങുകൾക്ക് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെ പോയിണ്ടാവും. എന്തുകൊണ്ടാണ്? ആ ലൈറ്റ്, അവർക്ക് ലൈറ്റ്, സൺലൈറ്റ് വേണം. സൺലൈറ്റ് ഇല്ലാതെ എന്ത് ഫോട്ടോസിന്തസിസ് അല്ലെ. അപ്പൊ പ്രകാശത്തോട് പ്രതികരിച്ച് സസ്യം വളയുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം.
ഓപ്ഷൻ എ ജിയോട്രോപ്പിസം, ഓപ്ഷൻ ബി ഫോട്ടോട്രോപ്പിസം, ഓപ്ഷൻ സി ഹൈഡ്രോട്രോപ്പിസം, ഓപ്ഷൻ ഡി തിക്മോട്രോപ്പിസം. അതായത് നമുക്കറിയാം പ്രകാശം, ലൈറ്റ്, ദാറ്റ് ഈസ് ഫോട്ടോസ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫോട്ടോട്രോപ്പിസം. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബെൻഡിങ് ഓഫ് പ്ലാന്റ് ടുവേർഡ്സ് ദ ലൈറ്റ്. ഓക്കെ, ഫോട്ടോട്രോപ്പിസം. അടുത്തത് 9ാമത്തെ ചോദ്യം, തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയുടെ ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. മാഞ്ചിഫെറ ഇൻഡിക്ക, ഒറീസ സെറ്റൈവ, കൊക്കോസ് ന്യൂസിഫെറ, മുസ പാരഡിസിക്ക. ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് കൊക്കോസ് ന്യൂസിഫെറ ആണ് കേട്ടോ. ഇനി മാഗ്നിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാങ്ങയുടെയാണ്. ഓക്കെ, ഇനി ഒറീസ സെറ്റൈവ എന്ന് പറഞ്ഞാൽ നെല്ല്, മൂസ പാരഡീസിയ എന്ന് പറഞ്ഞ വാഴ. അപ്പൊ ഇത് മൂന്നും ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. മാഞ്ചിഫെറ ഇൻഡിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മാംഗോ എന്ന് ഓർത്താൽ മതി. മാംഗോ എന്ന് ഓർത്താൽ മതി. ഒറീസ സെറ്റൈവ നെല്ല്, മൂസ പാരഡീസിയ വാഴ, വാഴപ്പഴം. മാവ്, മാങ്ങ, നെല്ല്, അരി, വാഴ, പഴം. എന്തായാലും കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം, അവസാനത്തെ ചോദ്യം. 10 ചോദ്യങ്ങളാണ് നമ്മൾ ഒരു ടോപ്പിക്കിൽ ഒരു കുഞ്ഞു ടോപ്പിക്കാണത്. ആ ഒരു കുഞ്ഞു ടോപ്പിക്കിൽ 10 ചോദ്യങ്ങളാട്ടോ നമ്മൾ വരുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന വാതകം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്ക് അറിയാലോ, പുറന്തള്ളുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ? ഓക്സിജൻ ആണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിയാം. എന്താണ്? ലൈറ്റ് യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോ സിന്തസിസ്. നമ്മളപ്പോ ജനറൽ സയൻസിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് വിത്ത് പിക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വൃത്തിയായും വ്യക്തമായും മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വന്നോളൂ. ഇതേപോലത്തെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് സീരീസ് 1 ആണ്. ഇനി സീരീസ് എത്ര സീരീസ് ഉണ്ടോ അത്രയും സീരീസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. കറക്റ്റ് ഡേയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.